ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ എലോൺ മസ്കും അമേരിക്കയിലെ അതിശക്തനായ രാഷ്ട്രീയ നേതാവ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള തർക്കം ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ചയാണ്. സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഇത് വലിയ വിഷയമായി മാറിയിരിക്കുകയാണ്. ഇരുവരും പരസ്പരം വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ഭീഷണികളും മുഴക്കിയത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിരുന്നു. മസ്കിന്റെ ടെസ്ല കമ്പനിയുടെ ഓഹരികൾ ഇടിയുകയും എക്സ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ വായനക്കാരുടെ എണ്ണം കൂടുകയും ഇവർ രണ്ടുപേരുടെയും സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രശ്നം ഒരു ഫോൺ കോൾ വഴി പരിഹരിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് വാർത്തകൾ വന്നെങ്കിലും തൽക്കാലം മസ്കുമായി സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് ട്രംപ് അറിയിച്ചിരുന്നു. മസ്ക് ടെസ്ല വിൽക്കാൻ ആലോചിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇവരുടെ ബന്ധം ഇതുവരെ അസാധാരണമായിരുന്നു. പണത്തിന്റെയോ അധികാരത്തിന്റെയോ കാര്യത്തിൽ മാത്രമല്ല, വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവത്തിലും താൻ പറഞ്ഞാൽ അതാണ് ശരിയെന്ന മനോഭാവത്തിലും ഇരുവരും ഒരുപോലെയായിരുന്നു. കഴിഞ്ഞ നിർണായക സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ മസ്ക് ട്രംപിനെ ശക്തമായി പിന്തുണച്ചു. കോടികൾ മുടക്കി പ്രചാരണത്തിന് നേരിട്ടിറങ്ങുകയും ട്രംപിന്റെ വിജയത്തിന് വലിയ പങ്ക് വഹിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് പെൻസിൽവേനിയയിലെ $290 ബില്യൺ ചിലവഴിച്ച മസ്കിനെ ട്രംപിന്റെ പാർട്ടിയുടെ അനുകൂലികൾ ഏറ്റവും വലിയ സാമ്പത്തിക ദാതാവായി പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിൽ വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാൻ മസ്കിന്റെ ടീം നേരിട്ട് പ്രവർത്തിച്ചു.